ഇത്രയും പ്രായമായില്ലേ എന്നിട്ട് ഇങ്ങനെ. രാവിലെ ഒരു 4 മണിക്ക് പുറപ്പെടേണ്ടി വരുമോ? ഇന്ന് അവര് കളിയാക്കുക. ആര്? ആ ദാമോദരേട്ടനും അവരൊക്കെ ഇരിക്കുന്നവരില്ല അവരൊക്കെ. ഞാൻ എന്തിനാ എങ്ങനെ കളിയാക്കിയത്? അവർക്ക് എന്താ എന്റെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറയാ, മുടി കളർ ചെയ്തതിനെ പറയാ, ഡ്രസ്സ് അത് ഇത് എന്നൊക്കെ പറയാ, ചൂളം വിളിക്ക. എന്നിട്ട് ഞാൻ നല്ല പറഞ്ഞു. ആ മുട്ടിക്കാന്റെ കട അവിടെ ഒരു 4-5 ചെക്കന്മാരെ എപ്പോഴും ഇരിക്കണ കാണാം. പിന്നെ തന്താരാ വയസ്സായ ആൾക്കാരാകുമ്പോ വയസ്സായ ആൾക്കാരാണ് അവര് അവിടെ ഇരുന്നിട്ട് ചൂളം വിളിക്കുക. ചൂളം വിളി അവർക്ക് അറിയാം ഇതിന്റെ കുട്ടിയാന്നുള്ളത്. പിന്നെ അവര് ചൂളം വിളിക്കണ ആരാ? ചൂളം വിളിക്കാൻ അവര് വിളിച്ച് അതൊക്കെ കണക്ക് തോന്നിയതാവും. അല്ല എന്താ എന്തൊക്കെയാ ഓല് പറഞ്ഞത്? എന്റെ ഡ്രസ്സിനെ പറ്റി പറയാ, മുടി കളർ ചെയ്തതിനെ പറ്റി പറയാ, പിന്നെ ചൂളം വിളിക്ക. എന്നും ഇങ്ങനെ തന്നെ? ആ ഉമ്മച്ചേ ശരി തന്നെയല്ലേ. ഈ മുടി ഈ ജാതിയിൽ കളർ ചെയ്യേണ്ട കാര്യം വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നാട്ടുകാർ കണ്ടാ എന്താ വിചാരിക്കുക? കളർ ചെയ്യലും ചുണ്ടും ഒരു 5 കിണ്ടൽ അന്റെ പഠിപ്പന്നെ ഞാൻ എന്തേലും പറയുമ്പോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റെ തലയെ കയറാൻ വരും. കോളേജിൽ പോയി പോരുമ്പോഴേ മാനം മര്യാദക്ക് തറവാട്ട് പറഞ്ഞ കുട്ടികൾ നടന്നു പോണ പോലെ പോയിട്ട് വരണം. അല്ലാതെ ഒരു കൊറേ ഉമ്മായം വാരി പൂശി കൊറേ ലിപ്സ്റ്റിക്കും തേച്ച് ഉപ്പച്ചി കൊറേ ഒന്നുമില്ല. ഈ കണ്ണ് എന്താക്കി രാവിലെ തേച്ച് പോയതല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ എത്ര തേച്ചിട്ടുണ്ടാവും? കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയും. പാന്റ് ഷർട്ട് ഇട്ടിട്ട് ആണുങ്ങളെ ഡ്രസ് ഇട്ടിട്ട് പെൺകുട്ടികൾ നടക്കുക. ഉപ്പച്ചി ഇത് ആണുങ്ങളുടെ ഡ്രസ് ഒന്നും അല്ല. ഇതല്ല, ഇത് ഒത്തിരി ഇറക്കം ഞെരിയാണിന്റെ ഒപ്പെങ്കിലും ഇറക്കം വേണ്ട. അതിന്റെ പാന്റ് ഇതോ മുട്ട് വരെ എത്തണ ഒരു ചുരിദാറും തലയിൽ മുണ്ടിട്ട് നടക്കണം പെൺകുട്ടികൾ. ഇനിയിപ്പൊ എനിക്ക് നാളെ അങ്ങോട്ട് പള്ളിയുടെ അവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ? എന്താ പറഞ്ഞു? എന്നെ പറ്റി പറഞ്ഞപ്പോ തിരിച്ചും പറഞ്ഞു. എന്താ പറഞ്ഞേന്ന്? എന്നെന്തിനാ കളിയാക്കണെന്ന് ചോദിച്ചു. പിന്നെ ഇത്ര പ്രായമായില്ലെന്ന് ചോദിച്ചു. അത്ര പ്രായമായോണ്ടാണല്ലോ അവരെ പക്വത ഉള്ളതുകൊണ്ടാണ് അവരത് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണ്ടേ? അതിനെന്തിനാ എന്നെ പറയണേ? പിന്നെ ആരേനെ പറയാ? കണ്ടതല്ലേ പറയാ. ഞാൻ അതിനോരൊന്നും പറയാൻ പോയില്ലല്ലോ ഉപ്പച്ചിയെ. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇനി ഞാൻ ആ പള്ളിയുടെ അവിടേക്ക് ചായക്കട അവിടേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരിനെ തിന്നാൻ വരും. എന്റെ മോൾ അങ്ങനെയാണ്, എന്റെ മോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അണക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? മോളെ തരിപ്പ എന്താ പറഞ്ഞപ്പോ? ഈ പറഞ്ഞ നാട്ടുകാരൊന്നല്ല ഓളെ വാപ്പ, നിങ്ങളാണ് ഓളെ വാപ്പ. ശരി. ഈ കണക്കിന് സംശയം തന്നെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇത് ഒരു പെൺകുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞ അച്ഛങ്ങൾ ഒരു പക്വതയിലേക്ക് എത്തുമ്പോ പിന്നെ തന്താർക്ക് അവിടെ റോൾ ചെയ്യാ. പിന്നെ തള്ളാരാണ് ഓളുടെ ഇന്റെ മോളെ ഞാനല്ലേ നോക്കണത്. ഒരു കുഴപ്പമില്ല അതിന്. ഇന്നത്തെ കാലത്ത് ആരും ജീൻസും കുപ്പായിട്ട് നടക്കണില്ലേ? ഓൾ അങ്ങനെ ആരും പറയത്തക്ക തരത്തിലല്ല നടക്കണത്. എല്ലാരും ജീൻസും കുപ്പായും ഇട്ട് നടക്കുന്നുണ്ട്. ഓൾ അങ്ങനെ നടക്കുന്ന എന്തിനാണ്? വയസ്സായ ആൾക്കാരാണ്ട് ചൂളം വിളിക്കല്ലേ. തൊള്ളേ തോന്നിയ പറയാ വന്നിട്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറയണത്? നിങ്ങൾ ഈ ഗൾഫിലും 5ഉം 10ഉം കൊല്ലം നിന്ന് വന്ന് നിങ്ങൾക്ക് എന്തറിയാം നാട്ടുകാരെ പറ്റി? ഓളൊന്നും നടക്കലല്ല. ഓലും അതല്ല പരിപാടി. നിങ്ങൾ ആളെ ആദ്യം പോയി ചോദിക്കാ വേണ്ടത്. അത് ശരി, ഞാനും ഇത് കണ്ടിട്ടുണ്ട്. ഒരു 100 കുട്ടികളെ നടന്നു പോവാച്ചാൽ 101 ഓട്ടികൾ ഇങ്ങനെ ചൂളം വിളിച്ചിട്ടും അതിനെ കുറച്ച് പരിഹസിച്ചിട്ടും ഇന്നത്തെ കാലത്ത് CCTV ഇല്ലേ, അതുപോലെയാണ് ചങ്ങായിമാര് ആ മൂലക്ക് ഇരുന്നിട്ട് വെറുതെ കുട്ടിനെ ഓരോന്ന് അങ്ങോട്ട് പറയന്നെ. വെറുതെ പറയണായിട്ട് എനിക്ക് തോന്നണില്ല. എനിക്കിപ്പൊ എന്റെ കുട്ടീനെ കണ്ടാ അറിയാലോ. ഒരു കാര്യമില്ലാണ്ട് മുടിയുമ്പോ കൊറേ ചോപ്പ് ചായം പൂശുക, ചുണ്ട് ചോപ്പ് ചായം പൂശിയ ഞമ്മക്ക് പറഞ്ഞിട്ടുള്ള കാര്യല്ല. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഡ്രസ് ഉണ്ട്, പെൺകുട്ടികള് ഒരു ഡ്രസ് ഉണ്ട് അവർക്ക്, അതാണ് ഇടേണ്ടത്. അല്ലാണ്ട് ഒരു മാന്യത ഡ്രസ്സും അല്ല ഓളിടുന്നത്. ഓള് സാധാരണ പാന്റിന്റെ കൂട്ടത്തിൽ ഓളൊന്ന് ജീൻസ് പാന്റ് ഓള് നല്ല ഇറക്കുള്ള ടോപ്പ് തന്നെയാണ് എടുത്തിരുന്നത്. അതിനിപ്പോ എന്താ തിരക്കുള്ളത്? ഇനിയിപ്പോ വന്ന വീട്ടിന്റെ ഉള്ളിലോ ഒരു ട്രൗസറും കുപ്പായും അല്ലേ അതല്ലേ? ഓളോളെ പേരുടെ ഉള്ളിലല്ലേ? ഓളുടെ ഉപ്പ ഇവിടെ ആയിട്ടുള്ളവരാണ് ഒരുത്ത ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇതേപോലെ ആരെങ്കിലും പെട്ടെന്ന് കേറി വന്നാലോ അപ്പോൾ ഈ ട്രൗസറും കുപ്പായാണ്. അണക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് എന്തിനാണ്? മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. അല്ലാണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കുക, എന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ ചോപ്പിക്കുക, ചുണ്ടൊക്കെ ചോപ്പിച്ച് നടക്കണം. എന്തിനാണ്? മറ്റുള്ളവരെ ആകർഷിക്കാൻ തന്നെയാണ്. അതിന്റെ ആവശ്യം നമുക്കില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ ഡ്രസ്സും ഒരു സമ്പ്രദായം ഉണ്ട്. അത് തള്ളാര് പഠിപ്പിച്ചാണ്ട് കൊടുക്കുക തന്നെ വേണം. നിങ്ങൾ എന്തിനാ ഈ നേരച്ചതിന്റെ അപ്പുറം പോയിട്ട് കറപ്പിക്കണത്? എവിടെ എന്റെ നേരക്കലൊന്നും കറപ്പിച്ചിട്ട് കറപ്പിക്കലല്ലേ, അല്ലാണ്ട് ഞാൻ അത് ചോപ്പിക്കലല്ലോ. ഞമ്മക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു മുടി ഉണ്ടല്ലോ. അതിന് കറുപ്പല്ലേ കളറ്?
ഇന്നത്തെ കാലത്തെ കുട്ടികളെ വാപ്പയാവട്ടാ ഇല്ലെങ്കിൽ കണ്ണി കണ്ടവരെ ഇതില് ഞാൻ ഇത്തിരി കുടുംബത്ത് ഇത്തിരി സമാധാനവും ഇതും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു 18 വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുക. അത് ഞാൻ ഇപ്പൊ പറയാൻ മറന്നാണ്. കല്യാണം നടക്കാൻ വേണ്ടിട്ട് വന്നാല് നാട്ടുകാരെ അന്വേഷിക്കുക ചുറ്റുവർത്താണ്. വല്ല ചായക്കടയിലാ തൊട്ടടുത്ത് വല്ല പ്രമുഖരുടെ അടുത്തോ ഒക്കെ പോയിട്ടാണ് അന്വേഷിക്കുക എന്നെ വീട്ടിൽ എന്നാളുള്ള മോളെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാ പറഞ്ഞു കൊടുക്കുക, ഈ സൗസറും കുപ്പായം ഇട്ടിട്ട് നടന്നു പോകണ ഈ ജാതി ടൗസറും കുപ്പായിട്ട് ഈ ഇമ്മരപ്പടി പോലും ഇങ്ങോട്ട് കയറില്ല. പിന്നെ നിങ്ങൾ വന്നതിന് ശേഷം ഓള് അങ്ങനത്തെ പരിപാടി ഒന്നും ഇടാറില്ല. ഞാനും ഓള് മാത്രമുള്ളപ്പോഴാണ് ഇതൊക്കെ ഇടാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാ? വീഡിയോ കോൾ ചെയ്യുമ്പോ എത്ര പ്രാവശ്യം ഞാൻ കണ്ടു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളാരതൊക്കെ പറയുന്ന വല്ലാത്തൊരു പുതുമങ്ങൾ ഈ കുടുംബത്തേക്ക് വന്നതിന് ശേഷം കുട്ടിട്ടുണ്ടാ? ഓള് ചുരിദാറിലിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ എന്തോ ആവാന്ന. അപ്പൊ നിങ്ങൾ ഇല്ലാത്തപ്പോൾ ഈ കുടുംബത്തിന് പുറത്തേക്ക് ഇറങ്ങണില്ലാന്നേ. അതൊരു പെൺകുട്ടിയാണ്, അതിന് 18 വയസ്സായി വിചാരിച്ചിട്ട് ഇക്കാര്യം തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഇങ്ങനെ തല്ലിക്കൊല്ലുന്നു. കുറച്ച് നാട്ടുകാരും അതിന് പറ്റിയൊരു വാപ്പി. ഈ വാപ്പത്തന്നെ സപ്പോർട്ടോണ്ടൊക്കെ പെണ്ണ് വല്ലോന്റെ ഒപ്പം ചാടി പോയിങ്ങനെ തോന്നല. അവനാന്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവുമ്പോ കുട്ടികൾ പലതും ചെയ്യും. ആദ്യം കുട്ടികൾക്ക് വേണ്ടതേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഓലെ കൂട്ടുകാരിയും ആവേണ്ടത് ആരറിയോ? സ്വന്തം വാപ്പിയമ്മയാണ്. എന്നാ എന്ത് കാര്യം അവര് വീട്ടിൽ വന്ന് പറയും. അതില്ലാത്തോണ്ടാണ് ഒരു 4 ആളോട് പറയണതും 4 ആളെ കൂടെ ഒളിച്ചു. ഇതിനൊക്കെ എതിർക്കുമ്പോഴാണ് ഈ പെൺകുട്ടികൾ തൂങ്ങിച്ചാവണതും വല്ലവന്റെ ഒപ്പം ചാടി പോണതും ഒക്കെ. തന്തേനും തള്ളേനും വേണ്ടല്ലോ ഈ ജാതി. ഒരു തരക്കെടുപ്പ് ഇതിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റും. നിങ്ങൾ പൊരുത്തപ്പെടണ്ട. എന്റെ കൂട്ടിനെ അങ്ങനെ കേറി വരുമ്പത്തിനും നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നാളെ എന്തേലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉള്ളത് ഞാൻ അപ്പാണ് കണ്ടു പറഞ്ഞില്ല. അപ്പളല്ലേ? ആയിക്കോട്ടെ. അല്ല വെറുതെ പണ്ട് പറഞ്ഞിട്ടുണ്ട് കൗമാര പ്രായക്കാരി പെൺകുട്ടികളെ ശത്രുവായി കാണുന്നത്. നിങ്ങൾ ആ ഒരു പഠിപ്പെടുക്കാൻ നിൽക്കരുതട്ടാ. അവനാന്റെ കുടുംബത്തെ കുട്ടികൾക്ക് സ്വയം കൊടുത്തില്ലെങ്കിൽ പലതും എന്തേലും കാര്യം പറഞ്ഞു വരുമ്പോ അത് ശത്രുത കൊണ്ടാന്നാണ് വിചാരിക്കലാണ്. അതാണ് കുട്ടികളുടെ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കാത്ത. ഇന്റെ ചെറുപ്പക്കാലോ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മാന്റെ ചെറുപ്പക്കാലോ അല്ലെന്ന് പെൺകുട്ടികള്. കാലം മാറിയതൊക്കെ എനിക്കറിയാം. കാലം മാറി, അതിനനുസരിച്ച് നമ്മളൊരു ഇത്തിരി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കള് നമ്മളെ കൂടെ ഇമ്മാതിരി കാട്ടിക്കൂടുതൽ കുടുംബത്താഴ്ച ഒരു കുട്ടികളും ഉണ്ടാവില്ല. വേണ്ട, ഇതിലും വലിയ കുട്ടികൾ ഇല്ലാണ്ടിരിക്കുന്നതാണ്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് കുട്ടികൾ? നിങ്ങൾ ഗൾഫിൽ പോകാൻ നല്ലത്. മനുഷ്യർക്ക് സൗകര്യം കിട്ടുമല്ലോ. അണക്കുന്ന ഇവിടെ അതേപോലെ കാട്ടിക്കൂട്ടാലോ. ഞാനും എന്റെ മോള് ഇവിടെ ഒന്നും കാട്ടണൊന്നുമില്ല. എന്റെ കുട്ടിനെ ആവശ്യം ഓർത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല ഓള് തലയിൽ മുണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഓള് തലയിൽ മുണ്ടിട്ട് ഞാൻ ചിലക്കണേ. എന്റെ കാര്യങ്ങൾ പറയണ്ടേ? തുടങ്ങി ഇതിനൊക്കെ ഈ ജാഗത്ത് തോന്നിയ അതിനൊക്കെ പറയാനുള്ളത് അവിടെ ഗൾഫിൽ പോയിക്കോളൂ. ഞാൻ ഇല്ലാച്ചിക്ക കാണാന്ന് 4 നേരം തിന്നണ്ടേ? എവിടുന്നാണ് മണ്ണ് വാരി തിന്നു നിങ്ങള്? ഈ ബിറ്റങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണ വെറുതെ. ഏയ് ഓട്ടപ്പെടുന്ന അങ്ങട്ടേ